ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും റൺവീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അമ്പല ദർശനത്തിലേക്കാണ് കിടക്കുന്നത്. അതെ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്തിനടുത്താണ്. സോ നമുക്കിന്ന് എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങളെന്ന് കണ്ടു നോക്കാം. ആദ്യമായിട്ടാണ് ഞാനും എൻ്റെ ഫാമിലിയും ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ റോഗിൻ്റെ പിറകുവശത്തേക്കാണ് ഞങ്ങൾ പോയത്. കാരണം ഞങ്ങളെ ഗൂഗിൾ മാപ്പ് ചതിച്ചു. ഞങ്ങൾ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ വന്നതിന് ശേഷം മുൻവശത്ത് കവാടത്തിലൂടെയാണ് അകത്തേക്ക് പ്രവേശിച്ചത്. അമ്പലത്തിൻ്റെ പിൻവശത്തും നമുക്ക് പ്രവേശന കവാടമുണ്ട്. അതുവഴി നമുക്ക് കടക്കാവുന്നതാണ്. കേരളത്തിൽ കൊല്ലം ജില്ലയിൽ അഷ്ടമുടിക്കായലിൻ്റെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് നമ്മുടെ ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. കൈകളിൽ വെണ്ണയേന്തി നിൽക്കുന്ന നവനീത കൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. എല്ലാ മാസവും രോഹിണി നാളിൽ സന്താന ഗോപാലം കഥകളി നടക്കുന്ന കേരളത്തിലെ ഒരേയൊരു ക്ഷേത്രമാണ് ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ വിഷു ദിനത്തിലാണ് ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത്. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ആശ്രാമ മൈതാനത്ത് കൊല്ലം പൂരം നടക്കുന്നു. ശ്രീകൃഷ്ണ ക്ഷേത്രത്തോടൊപ്പം ഒരു അയ്യപ്പ ക്ഷേത്രം കൂടിയുണ്ട്. ശബരിമല ക്ഷേത്രത്തിലേതുപോലെ 18 പടികളുള്ള ഈ ക്ഷേത്രത്തിൽ ആനപ്പുറത്തിരുന്ന അയ്യപ്പൻ്റെ പ്രതിഷ്ഠയാണുള്ളത്. ശബരിമലയിലേതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലും തിരുവാഭരണ ഘോഷയാത്ര നടത്താറുണ്ട്. ഇതിൻ്റെ ചരിത്രത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് 1000 വർഷത്തോളം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. ദേശിങ്ങനാടിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായ ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഉണ്ണുനീലി സന്ദേശത്തിലും മയൂര സന്ദേശത്തിലും താളിയോല ഗ്രന്ഥങ്ങളിലും പരാമർശിച്ചിട്ടുണ്ട്. വില്ലുമംഗലം സ്വാമികളാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതെന്നും സന്താനഭാഗ്യം ലഭിക്കാതിരുന്ന ഒരു വിഷ്ണു ഭക്തയ്ക്ക് ശിലാരൂപത്തിൽ പൂജാതനായതാണ് ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി എന്നും ഐതിഹ്യമാണ്. വിഷുദിനത്തിലാണ് എല്ലാ വർഷവും ഇവിടെ ഉത്സവം നടക്കുന്നത്. ആയതിനാൽ തന്നെ ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിൽ നിന്ന് വാദ്യമേളങ്ങൾ, തെയ്യം, നിലക്കാവടി, പൂക്കാവടി, മയൂരനൃത്തം, അമ്മൻകുടം എന്നിവയുടെ അകമ്പടിയോടെ പുറപ്പെടുന്ന തിരുവാഭരണ ഘോഷയാത്ര ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതോടെയാണ് ഉത്സവാഘോഷങ്ങൾ ആരംഭിക്കുന്നത്. 1964 ക്ഷേത്രത്തിലെ തിരുവാഭരണ ഘോഷയാത്ര ആരംഭിച്ചത്. അതിനു മുമ്പ് ശബരിമല ക്ഷേത്രത്തിൽ മാത്രമാണ് തിരുവാഭരണ ഘോഷയാത്ര ഉണ്ടായിരുന്നത്. ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തുന്ന ആഘോഷമാണ് കൊല്ലം പൂരം. ഇതിൽ കൊല്ലം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള ക്ഷേത്രങ്ങൾ അണിനിരക്കുന്നു. ഞാനൊരു കാര്യം പറയാൻ മറന്നു. എന്താണെന്ന് വെച്ചാൽ, ഈ അമ്പലത്തിൻ്റെ മുൻവശത്തായി ഒരു കുളമുണ്ട്. അതിമനോഹരമായ ഒരു കുളമാണത്. ഇനിയും ഇതുപോലെയുള്ള ഇതിലും മനോഹരമായ പുതിയ വീഡിയോകളുമായി വരുന്നതുവരെ ബൈ ഫ്രം റൺവീസ് വേൾഡ്.